ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച്, അതായത് ദമ്പതികളാണ് കൂടുതലും ഇവിടെ ഇരിക്കുന്നത്. ദമ്പതികളാകുന്നതിന് മുൻപ് ഞാൻ ചിന്തിക്കാം, ഒരു ഭാര്യയും ഭർത്താവും ജീവിത പങ്കാളികളാകുന്നതിന് മുൻപുള്ള ഒരു സമയം. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് വിവാഹത്തിന് ആ ദിവസം, വിവാഹ ദിനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൂടെ കടന്നുപോയ നവദമ്പതികളുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കാണുന്ന, ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മുൻപിൽ ഇരിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വർഷങ്ങൾക്ക് മുൻപ് ദമ്പതികളാകുന്ന വിവാഹ ദിനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ആ അൾത്താരയ്ക്ക് മുൻപിൽ നമ്മൾ വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാനായിട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് ഈശോയുടെ മുന്നിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് നമ്മളിൽ എത്ര പേര് ചിന്തിച്ചു, ഞാൻ നല്ലൊരു ഭർത്താവാകും, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ഭാര്യയാകും, ഞാൻ നല്ലൊരു ഭർത്താവാകും, ഭാര്യയാകും? ആരുടെ കൈയും പൊന്തിയതായിട്ട് കാണുന്നില്ല. വളരെ ചുരുക്കം ഒരാളാണ് കൈ പൊന്തിരിച്ചിരിക്കുന്നത്, ഒറ്റ ആള്. ചേച്ചി, ആ ചേച്ചിക്ക് വേണ്ടി ആ ദൈവത്തിന് മുൻപിൽ നമുക്ക് നന്ദി പറയാം, അല്ലേ? ഈശോയ്ക്ക് നന്ദി പറയാം. പ്രൈസ് ലോർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പം ദമ്പതിയാവാന്ന് ചിന്തിച്ചിട്ടില്ല, ഭാര്യയാവാന്ന് ചിന്തിച്ചിട്ടില്ല, ഭർത്താവാന്ന് ചിന്തിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ നല്ലൊരു അമ്മയും അപ്പനും ആകുമെന്ന് നമ്മൾ അപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ എത്രയോ ഒരുക്കങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് നമ്മൾ വിവാഹം എന്ന കൂദാശയെ സ്വീകരിച്ചത്. ഞാൻ ഇന്ന് നമ്മളുടെ തൃശ്ശൂർ അതിരൂപതയുടെ പ്രീകാന കോഴ്സ് നടക്കുന്ന അമ്പല്ലൂരിലെ മാസത്തിൽ ഒരു ദിവസം ക്ലാസ് എടുക്കാനായിട്ട് പോകാറുണ്ട്. ഞാൻ അവിടെയും ഈ ചോദ്യം ചോദിക്കാറുണ്ട്, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, വിവാഹത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളിവിടെ ക്ലാസ്സിനായിട്ട് വരുന്നത്. വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഒത്തിരി മോടി പിടിപ്പിക്കുന്നു, വീടെല്ലാം മോടി പിടിപ്പിക്കുന്നു, അപ്പനും അമ്മയും നല്ല വസ്ത്രങ്ങൾ വാങ്ങുന്നു, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നല്ല വസ്ത്രങ്ങൾ വാങ്ങുന്നു. എത്രയോ ഒരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിവാഹിതരാകുന്ന രണ്ട് വ്യക്തികളെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രീകാന ക്ലാസ്സിൽ വരുന്ന മക്കള് ഞങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഞങ്ങൾ ഇവിടെ ക്ലാസ് കൂടുന്നത്? ക്ലാസ് കൂടിയാൽ മാത്രമാണോ ഞങ്ങൾക്ക് ഭാര്യയും ഭർത്താവായിട്ടിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ? ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഇതിലൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും കാണുന്നു. എന്നാൽ ഇവിടെയും നമ്മൾ കാണുന്ന വലിയൊരു മാറ്റമുണ്ട്. ഒരു പക്ഷേ ഇന്നിവിടെ ധ്യാന കേന്ദ്രത്തിലെ കസാരകൾ ഒഴിഞ്ഞു കിടക്കുന്നത് പോലെ പ്രീകാന ക്ലാസ്സിലെ ക്ലാസ്സുകളിൽ വരുന്ന നമ്മുടെ മക്കളുടെ എണ്ണവും ഇന്ന് ഒരുപാട് കുറഞ്ഞു വരുന്നു എന്ന് വലിയൊരു സത്യവും നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ മാസ്മരിക ലോകത്തിൽ പെട്ടുപോകുന്ന, അതിനിടയിലേക്ക് കടന്നു പോകുന്ന നമ്മുടെ മക്കൾക്ക് ഇന്ന് വിവാഹം എന്ന കൂദാശയിലൂടെ, സഭ പഠിപ്പിക്കുന്ന ചിന്തയിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും ലിവിങ് ടുഗദറിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് കടന്നു പോകുന്ന മക്കളെ നമ്മൾ ഇന്ന് കാണുന്നു. പലപ്പോഴും ഞാനൊരു വിദ്യാർത്ഥിനി കൂടെയാണ്. നിങ്ങൾക്ക് ഞാൻ ഇത്രയും ഇവിടെ നിൽക്കുന്ന ഞാനൊരു വിദ്യാർത്ഥിനിയാണെന്ന് പറയുമ്പോൾ, ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. കോളേജിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വിമല കോളേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. തൃശ്ശൂർ വിമല കോളേജിലെ സാമൂഹ്യ പ്രവർത്തന വിഭാഗത്തിലെ ഗവേഷക വിദ്യാർത്ഥിനിയാണ് ഞാൻ. സാമൂഹ്യ പ്രവർത്തനത്തിലാണ് എൻ്റെ ഗവേഷണ വിഷയം എന്നുള്ളത്. അപ്പോൾ അവിടെ ഗവേഷണ വിദ്യാർത്ഥിനിയായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പല ഇതുമായി ബന്ധപ്പെട്ട് ചില വർക്ക്ഷോപ്പുകളിലും അതുപോലെ തന്നെ ചില സെമിനാറുകളിലൊക്കെ പങ്കെടുക്കുന്നതിനായിട്ട് മറ്റു പല സ്ഥലങ്ങളിൽ, കേരളത്തിന് പുറത്തൊക്കെ പോകുന്ന സമയത്ത് അവിടെയുള്ള ക്യാമ്പസുകളിലൊക്കെ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാണ്. അതായത് ഇന്ന് നമ്മുടെ മക്കൾക്ക് വിവാഹം എന്തിന് കഴിക്കുന്നു, അല്ലെങ്കിൽ വിവാഹത്തിലൂടെ മാത്രമേ ഒരു സ്ത്രീക്കും പുരുഷനും ഒന്നായി പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഒരു പറ്റം യുവതലമുറയെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കാം. അവിടെയാണ് നമുക്കൊക്കെ വലിയ പാഠങ്ങൾ നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ മക്കളിലേക്ക് കൊടുക്കാനും, നമുക്ക് ചുറ്റും നിൽക്കുന്നവരിലേക്ക് ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രാധാന്യവും ദമ്പതികളുടെ സ്നേഹവും സന്തോഷവും എന്താണെന്ന് തിരിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മളിലൂടെ ദൈവം നിയുക്തമാക്കിയിരിക്കുന്നു എന്നൊരു ചിന്തയും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമുക്കൊക്കെ മക്കളുണ്ട്, എനിക്കും മക്കളുണ്ട്, ഞാനും 3 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മക്കളൊക്കെ ഓരോ തലത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർക്ക് ഏതൊക്കെ തരത്തിൽ ഉയരാൻ സാധിക്കുമോ, അവരേത് മേഖലയിൽ എത്തിപ്പെടണം എന്നുള്ളത് നമ്മൾ മക്കളും അതുപോലെ തന്നെ നമ്മൾ അവരുടെ പാരൻസും ഒക്കെ ഒരുമിച്ചിരുന്ന് ചിന്തിക്കും. എൻ്റെ കുട്ടി ഏത് പഠനം വരെ പോകണം, ഏത് മേഖലയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത്. നമ്മുടെ മക്കൾ, ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഗവേഷക വിദ്യാർത്ഥിനിയാണ്.
പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് പല പ്രൊഫഷനും, ഞാൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിലൊക്കെ വരാനായിട്ട് എനിക്ക് നിശ്ചിതമായ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഇല്ലാത്തൊരു വ്യക്തിയെ നമുക്കതിലേക്ക് കടന്നു ചെല്ലാനായിട്ട്, അതിലേക്ക് വരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരു ദമ്പതികളായിട്ടിരിക്കുമ്പോൾ, മാതാപിതാക്കളായിട്ടിരിക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം ക്വാളിറ്റീസ് ഉണ്ട്, അതിലേക്ക് കടന്നു വരാൻ ഞാൻ ജീവിത അവസാനം വരെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഏറ്റവും ഒരു വലിയ ജീവിത ശൈലിയാണ് നമ്മൾ പറയുന്നത് കുട്ടികളുടെ പാരൻറ്റിങ് എന്നൊക്കെ പറയുന്നത്. ജീവിത അവസാനം വരെ, അതായത് നമ്മൾ പറയും മരണക്കിടക്കയിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിലേക്ക് കടന്നു വരുമ്പോൾ എത്രത്തോളം എനിക്ക് അതിലേക്ക് കടന്നു വരാൻ മാത്രം എനിക്ക് എത്രത്തോളം അതിന് സാധ്യതയുണ്ട്, എനിക്ക് എന്തുമാത്രം ക്വാളിറ്റീസ് ഉണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും കുടുംബ കോടതികളുടെ വരാന്തകൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത്. ഇന്ന് തൃശ്ശൂർ ജില്ലാ കോടതിയിൽ, അതായത് നമ്മൾ പറയുക, അതായത് ഫാമിലി കോർട്ടിൽ കുടുംബ കോടതിയുടെ വരാന്തകൾ നിറഞ്ഞു നിൽക്കുന്നു. ഞാനൊരു വക്കീലും കൂടെയാണ്. അപ്പോൾ കുടുംബ കോടതിയിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഒരു ദിവസം നമ്മളുടെ കുടുംബ കോടതികളിൽ വരുന്ന കേസുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, 35നും 40നും ഇടയിലാണ് കേസുകൾ നമ്മൾ കാണുന്നത്. 35നും 40നും ഇടയിലുള്ള കേസുകൾ നമ്മൾ കാണുന്നു. അതിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ന്യൂ വെഡഡ് കപ്പിൾസ്, നവദമ്പതികളായിട്ട് വരുന്നവരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഒന്നും കൂടെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മ്യൂച്വൽ ഡിവോഴ്സിന് വേണ്ടി വരുന്ന കേസുകളുടെ എണ്ണവും കൂടുതലാണ്. അതായത് നമ്മൾ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് തീരുമാനമെടുക്കാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വേണം, അതായത് മ്യൂച്വൽ ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞു വരുന്ന ദമ്പതികളുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്, നമ്മുടെ സമൂഹം എവിടേക്കാണ് കടന്നു പോകുന്നത്, നമ്മളുടെ സംസ്കാരം നമ്മൾ എവിടേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ വിശ്വാസത്തിലൂടെ കടന്നു പോകുന്നതും സഭ നമ്മളെ പഠിപ്പിക്കുന്നതും, നമ്മളെ സഭയുടെ പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ വിശ്വാസ പരിശീലനത്തിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ കഴിവുകളുമൊക്കെ ഇന്ന് നമ്മുടെ ജീവിത വിജയത്തിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ പറയുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? എനിക്ക് എന്തുമാത്രം ഈ ഒരു കാര്യം ചെയ്യാൻ, എൻ്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പനും അമ്മയും ഓരോ ഭാര്യയും ഭർത്താവും ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം, എനിക്ക് എന്തുമാത്രം അതിന് കഴിവുണ്ട്. തമ്പുരാൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. ഞാനത് ഒരു 4 കാര്യങ്ങളിൽ മാത്രം ഒരു തത്വങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കാം. ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ചിൽ എന്താണ് പറയുന്നത്? 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, എവരി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക്. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. നമ്മൾ സുവിശേഷങ്ങളിലും ബൈബിളിലും ഒക്കെ വായിക്കുന്ന കാര്യമുണ്ട്, ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള താലന്തുകൾ വ്യത്യസ്തമാണ്, അല്ലേ? ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള താലന്തുകൾ വ്യത്യസ്തമാണ്. അതായത് നമ്മൾ പറയാ, ആരും നമ്മുടെ കഴിവുകൾ എന്താണ് ആരും മറച്ചു വെക്കരുത് അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? അത് പുറത്ത് കൊണ്ടുവരണം എന്നാ പറയാം. അപ്പം നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. പക്ഷെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമ്മളുടെ കഴിവുകളും കുറവുകളും വ്യത്യസ്തമാണ്. എവരി ഇൻഡിവിജ്വൽ ഈസ് യൂണിക്. ദേ ഹാവ് ദെയർ ഓൺ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ്. ഓരോ വ്യക്തിക്കും സ്ട്രെങ്ത് ഉണ്ട്, ശക്തിയുണ്ട്, കഴിവുകളുണ്ട്. അതേസമയം മറുഭാഗത്ത് നമുക്ക് കുറച്ച് പരിമിതികളുമുണ്ട്. ആ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകുന്നത്. ചിലപ്പോഴൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നത്തെ നേരിടാനായിട്ട് സാധിക്കാതെ വരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട 3ാമത്തെ കാര്യമുണ്ട്, എവരി ഇൻഡിവിജ്വൽ ക്യാൻ ചേഞ്ച്. ഓരോ വ്യക്തിക്കും മാറ്റം സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. എവരി ഇൻഡിവിജ്വൽ ക്യാൻ ചേഞ്ച്. ഓരോ വ്യക്തിക്കും മാറ്റത്തിന് സാധ്യതയുണ്ട്. പക്ഷേ ദ ചേഞ്ച് ഷുഡ് ബി കം ഫ്രം വിതിൻ. ആ ചേഞ്ച് എന്ന് പറയുന്നത്, ആ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് സംഭവിച്ചാൽ മാത്രമേ മാറ്റത്തിന് സാധ്യതയുള്ളൂ. ഞാൻ പലപ്പോഴും കാണുന്നൊരു കാര്യം, ഇത് പറഞ്ഞ ഈ 4 കാര്യങ്ങൾ മനസ്സിൽ ഏറ്റവും കൂടുതൽ അടിയുറപ്പിച്ച് വെക്കേണ്ട, നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വ്യത്യസ്തമായൊരു വ്യക്തിയാണ്. എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും ഞാൻ വ്യത്യസ്തമാണ്. എൻ്റെ മക്കൾ എന്നിൽ നിന്നും വ്യത്യസ്തമാണ്. എനിക്ക് ചുറ്റും നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ വ്യത്യസ്തമാണ്. അവർക്ക് അവരുടേതായ കുറവുകളും പരിമിതികളുമുണ്ട്. ഒരുപക്ഷെ എൻ്റെ ജീവിത പങ്കാളി എന്നെ ഒരുപാട് വഴക്ക് പറയുന്നു. ആ വഴക്ക് പറയുന്നതിൻ്റെ കാരണം എന്താ? എന്നിൽ നിന്നും വ്യത്യസ്തമായൊരു വ്യക്തിയാണ് ആ വ്യക്തി. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ
കുറവുകളും പരിമിതികളും അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് കഴിവുകളും ഉണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് ചേഞ്ച് സംഭവിക്കുള്ളൂ, അതായത് മാറ്റത്തിന് സാധ്യതയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന പലരും ചിന്തിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇവിടെ കടന്നു വന്ന് നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ള ഒരു വലിയ ചിന്ത എന്താണ്? എൻ്റെ പ്രശ്നങ്ങൾ തീരും, എനിക്കും സംഭവിക്കും, മാറ്റങ്ങൾ സംഭവിക്കും, എൻ്റെ കുടുംബത്തിലും മാറ്റങ്ങൾ സംഭവിക്കും, എൻ്റെ മകൻ്റെ എൻ്റെ മകളുടെ തഴക്കദോഷങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കും. ആ മാറ്റം സംഭവിക്കുന്നത് എപ്പോഴാണ്? തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോഴാണ് ആ മാറ്റം സംഭവിക്കുന്നത്. ആ ഇടപെടലിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഓരോരുത്തരും ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം, അവിടെ നമുക്കും ഒരു മാറ്റം സംഭവിക്കണം. ആ മാറ്റം സംഭവിക്കാതെ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ നേടാനോ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനോ നമുക്ക് സാധിക്കുകയില്ല എന്നൊരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറ്റം സംഭവിക്കും. ഈ മാറ്റം സംഭവിക്കണമെങ്കിൽ എനിക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടാവണം? ഞാൻ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം സ്വയം തിരിച്ചറിയാനുള്ള കഴിവ്. സ്വയം തിരിച്ചറിയുക, നമ്മൾ ഇംഗ്ലീഷിൽ പറയും സെൽഫ് അവെയർനെസ്, സ്വയം തിരിച്ചറിയാനുള്ള കഴിവ്. അപ്പോൾ സ്വയം തിരിച്ചറിയാനുള്ള കഴിവ് എന്ന് ചോദിക്കുമ്പോൾ എന്നെപ്പറ്റി ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല അല്ലേ? അച്ഛനിവിടെ പറഞ്ഞു എൻ്റെ പേര് വില്ലി എന്നാണ്. അപ്പം ഞാൻ പറയും, എൻ്റെ പേര് ഓർക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വില്ലത്തിന്ന് ഓർക്കാം. അപ്പോൾ അതിനൊന്ന് ഷോർട്ടാക്കുക, വില്ലി എന്നാവും എന്നുള്ളത്. അപ്പോൾ മറക്കാതിരിക്കാൻ ഞാൻ പറയുന്നൊരു കാര്യമാണ്, വില്ലത്തിന്ന് ഓർക്കുക, അത് ഷോർട്ടാക്കുക, അപ്പോൾ എന്താവും? വില്ലി. എൻ്റെ പേര് വില്ലിയാണ്. നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകണമെങ്കിൽ, എന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതൊരു വലിയ സദസ്സായതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നത് ചോദിക്കാൻ സാധിക്കുന്നില്ല, കാരണം ഇവിടെ തന്നെ നിൽക്കണം. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും? അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ കുറച്ചൊക്കെ ഞാൻ പറയാം. പേരെന്താണ്? വീട് എവിടെയാണ്? അപ്പനും അമ്മയും എന്ത് ചെയ്യുന്നു? അവരെ എവിടെയാണ്? കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഭർത്താവ് എന്ത് ചെയ്യുന്നു? മക്കളുണ്ടോ? മക്കൾ എന്ത് ചെയ്യുന്നു? ഇപ്പം എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഈ ജോലി ചെയ്തിട്ട് സന്തോഷമുണ്ടോ? ജോലി ചെയ്യുമ്പോൾ കുടുംബവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കാം. പക്ഷേ ഈ ചോദ്യങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന ഉത്തരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ? സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഞാൻ പറയും. ഒന്നാമത്തെ ചോദ്യം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കില്ലേ? എല്ലാവരും ഇവിടെ ശ്രദ്ധയോടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളും എന്താണ്? യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. വാട്ട് ആർ യുവർ സ്ട്രോങ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്? നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളും എന്താണ്? ഒന്നാമത്തെ ചോദ്യം കിട്ടിയോ? ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക്. നമ്മൾ സാധാരണ ലൈക്സ് കൊടുക്കാറില്ലേ? ആർക്കാ കൊടുക്കുക? മൊബൈലിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ കണ്ടാൽ, ഇഷ്ടമുള്ള ഒരു പോസ്റ്റ് കണ്ടാൽ നമ്മൾ അവർക്ക് കൊടുക്കും, നന്നായിരിക്കട്ടെ ഒരു ലൈക്ക്. പക്ഷെ നമ്മൾ സ്വയം ചോദിക്കുക, എൻ്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്താണ്? അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? ഇനി ആ ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കുക, എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ഇഷ്ടക്കുറവുകളും എൻ്റെ ജീവിത പങ്കാളിയുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളും ആണോ? അപ്പം എന്താ ഉത്തരം കിട്ടുക? അല്ല, എൻ്റെ ഇഷ്ടങ്ങളല്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ ഇഷ്ടങ്ങൾ. എൻ്റെ ഇഷ്ടക്കുറവുകളല്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ ഇഷ്ടക്കുറവുകൾ. അങ്ങനെ ഒന്നും കൂടെ ചൂഴ്ന്ന് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇഷ്ടങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവരുടെ ഇഷ്ടങ്ങളല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല, എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല, എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ കുറേയധികം തിരിച്ചറിവുകൾ നമുക്കുണ്ടാവും. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ഇഷ്ടക്കുറവുകളും എവിടെയാണ്? ഞാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയ ഒരു കാര്യം പറയാം. എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതാ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ വിമല കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയാണ്. ഈ ഗവേഷണ വിദ്യാർത്ഥിനിയായിട്ട് 2020 ഞാൻ വിമല കോളേജിൽ ജോയിൻ ചെയ്ത ആ സമയത്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ കോർപ്പറേഷൻ തലത്തിലുള്ള ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ആ സമയത്ത് എൻ്റെ ഭർത്താവും എൻ്റെ ജീവിത പങ്കാളിയും
എൻ്റെ ഫാദർ ഇൻ ലോ അമ്മായിയപ്പനും കൂടെ എന്നോട് പറഞ്ഞു, വില്ലി, നമ്മളായിരിക്കുന്ന, ഞാൻ കോർപ്പറേഷൻ ഭാഗത്താണ് താമസിക്കുന്നത്, അതായത് നമ്മുടെ കോർപ്പറേഷനിലെ ഇലക്ഷനിൽ ഈ പ്രാവശ്യം നമ്മുടെ ഡിവിഷനെ പ്രതിനിധീകരിച്ച് വില്ലി മത്സരിക്കണം. അപ്പം ഞാൻ ചിന്തിച്ചു, ഇത് എൻ്റെ ഇഷ്ടമല്ലല്ലോ. എൻ്റെ ഇഷ്ടമാണോ? എൻ്റെ ഇഷ്ടമല്ല. കാരണം എന്താ, ഞാൻ പഠനത്തിലേക്ക് വന്ന ഒരാളാണ്. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ PG ഒക്കെ കഴിഞ്ഞ് എൻ്റെ 3 മക്കളുടെയും വളർച്ചയൊക്കെ ഒരുവിധം ആയതിനു ശേഷം എൻ്റെ ഒത്തിരി വലിയ നാളത്തെ ആഗ്രഹമായിരുന്നു ഹയർ സ്റ്റഡീസിന് പോകണം എന്നുള്ളത്. അതായത് ഉയർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ പോകണം. അതിൻ്റെ ഭാഗമായിട്ട് രാവും പകലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഒരു സീറ്റ് കിട്ടുന്നത്. എവിടെ? വിമല കോളേജിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ എനിക്കൊരു സീറ്റ് കിട്ടുന്നത്. ആ സമയത്താണ് എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ അപ്പച്ചനും കൂടെ പറയുന്നത് അടുത്ത ഇലക്ഷനിൽ മത്സരിക്കണം എന്നുള്ളത്. ഞാൻ അവിടെ പറഞ്ഞു പറ്റില്ല. പക്ഷേ കുടുംബത്തിനകത്ത് അതൊരു വലിയ ചർച്ചാ വിഷയമായി. എന്ത്? വില്ലി മത്സരിച്ചേ പറ്റൂ. ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവസാനം അപ്പച്ചനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, വില്ലി, എന്തുകൊണ്ട് മത്സരിക്കാൻ സാധിക്കില്ല? കാരണം വില്ലി ഞാൻ നിയമബിരുദധാരിയും അതുപോലെ തന്നെ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ സാമൂഹ്യ പ്രവർത്തനവുമാണ്. അതായത് നിയമം പഠിച്ച ഒരാളും സാമൂഹ്യ പ്രവർത്തനവും പഠിച്ച ഒരാൾക്ക് ഇത് നല്ലൊരു കാര്യമാണ്. എന്ത്? ഇലക്ഷനിൽ മത്സരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പച്ചൻ എന്നോട് വീണ്ടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. വില്ലിയുടെ പേരിൻ്റെ മുൻപിൽ ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള ഒരു പദമുണ്ട്. ഇനി വില്ലിയുടെ പേരിൻ്റെ മുൻപിൽ ഒരു ഡോക്ടറും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് നേടി? എന്നോട് ചോദിച്ച ചോദ്യമാണ്, വില്ലി എന്ത് നേടി? സ്വന്തമായി ഒരുപാട് ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയധികം പഠിക്കാൻ സാധിച്ചു. ഇത് സ്വന്തം നാട്ടിൽ അനുവർത്തിക്കാൻ, സ്വന്തം നാട്ടിൽ പ്രാവർത്തികമാക്കാൻ ദൈവം ഒരു അവസരം തന്നിട്ട് എന്തുകൊണ്ട് വില്ലി അത് ഏറ്റെടുക്കുന്നില്ല എന്നൊരു ചോദ്യം അപ്പച്ചൻ എന്നോട് ചോദിച്ചു. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഒരുപാട് ഞാൻ സ്വയം ചിന്തിച്ചു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഇഷ്ടമെല്ലാം നടക്കുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അപ്പൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും ഇഷ്ടത്തിന് വേണ്ടി. അന്ന് ഞാൻ വൈകുന്നേരം ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒരുപാട് ചിന്തിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം തീരുമാനമെടുക്കുകയാണ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇലക്ഷനിൽ മത്സരിക്കാം. പക്ഷെ കോളേജിൽ ചെന്നത് പറയണമല്ലോ. അങ്ങനെ വിമല കോളേജിൽ ചെന്നു. എൻ്റെ പ്രിൻസിപ്പലോട് കാര്യം പറഞ്ഞു, എൻ്റെ ഗൈഡിനോട് കാര്യം പറഞ്ഞു. പക്ഷെ ആ സമയത്ത് അവരെന്നോട് പറഞ്ഞു, ഒന്നില്ലെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുക. എൻ്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ചു. ഇനി എന്ത് ചെയ്യും? വീണ്ടും ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അന്ന് രാത്രിയും ഈശോയോട് പ്രാർത്ഥിക്കുക. ഉറക്കം വരണില്ല, എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ പഠിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിക്കോളൂ. ഇതാണ് പറയുന്നത്. നന്നായിട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഫോണെടുത്ത് നോക്കിയപ്പോൾ ഒരു മെസ്സേജ് ഞാൻ കാണാണ് വാട്സപ്പിൽ. പ്രിൻസിപ്പലാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ പറയാണ്, എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ്. ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ പ്രിൻസിപ്പൽ പറയാണ്, വലിയ ധൈര്യമായിട്ട് ഇത്തവണത്തെ ഇലക്ഷനിൽ മത്സരിക്കണം, ഞങ്ങളെല്ലാം കൂടെയുണ്ട്. ഞാൻ പറയാ, തമ്പുരാൻ്റെ വലിയൊരു പ്രൈസ് ദി ലോർഡ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ്റെ വലിയൊരു ഇടപെടൽ അവിടെ സംഭവിച്ചു. ഞാനിന്ന് ഇവിടെ നിൽക്കുമ്പോൾ മറ്റൊരു പ്രതിനിധിയും കൂടിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുക. തൃശ്ശൂർ കോർപ്പറേഷനിലെ ചേറൂർ ഡിവിഷനിലെ 9ാം ഡിവിഷനിലെ കൗൺസിലറും കൂടെയാണ് ഞാനിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു മാറ്റത്തിന് കാരണമായത് ഞാനെന്ന വ്യക്തിയുടെ കഴിവിനെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ പരിമിതികളെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തിയ 2 വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ആ ഇടപെടലിന് കാരണമായത് ഒരു പക്ഷേ ദൈവികമായ നിയോഗമായിരിക്കണം എന്ന് ഞാൻ ഇന്ന് ചിന്തിക്കുന്നു, അത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യം, ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന നമ്മളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളും ഒരു പക്ഷേ നമ്മുടേത് മാത്രമാണ്. പക്ഷെ അതൊരു പക്ഷേ നമുക്ക് ചുറ്റും നിൽക്കുന്നവരുടെ ആകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ ചിന്തിക്കാം, എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അപ്പനും എൻ്റെ ഭർത്താവും പറഞ്ഞതനുസരിച്ച് ഞാനിപ്പോൾ ഇന്ന് കൗൺസിലറാണ്. ഒരു പക്ഷേ ഞാനത് ചെയ്തില്ല എന്ന് വിചാരിക്കാം, ധിക്കരിച്ചു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അവർ പറഞ്ഞതിനോട് ഞാൻ അതുമായി മുന്നോട്ട് പോയില്ല എന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക? അവിടെ ചെറിയ ചെറിയ വിഷമങ്ങൾക്ക്, അല്ലേ, ആ കുടുംബത്തിൻ്റെ താളത്തിൽ ചിലപ്പോൾ ഒരു തെറ്റലുണ്ടാവും. ആ കുടുംബത്തിൻ്റെ ശരിയായ ഗതിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു താളപ്പിഴ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ഞാനിത് പറയുന്നത് ഏകദേശം 3.5 വർഷം കൗൺസിലറായിട്ട് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഇനി 1.5 വർഷമാണ് എൻ്റെ മുൻപിലുള്ളത്. പക്ഷേ ഈ 3.5 വർഷവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഞാനൊരു 43 വയസ്സുള്ള ഒരാളാണ്. 43 വയസ്സിൽ 40 വയസ്സ് വരെയും കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ എനിക്ക് തന്നത്. പഠിക്കാൻ, എന്തിന്? സ്വയം പഠിക്കാൻ.
എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ പഠിക്കാൻ, അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക്, പാവങ്ങൾക്ക് വേണ്ടി, ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന, കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ദമ്പതികൾക്ക് വേണ്ടി, താളം തെറ്റിപ്പോകുന്ന ഇന്നത്തെ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ മക്കൾ നോക്കാതെ വീടിനകത്ത് വേദനിച്ചു കഴിയുന്ന പ്രായം ചെന്ന അപ്പനമ്മമാർക്ക് വേണ്ടി. ഏകദേശം തൃശ്ശൂർ കോർപ്പറേഷനിലെ ഏറ്റവും വലിയ ഡിവിഷനാണ് ചെറൂർ ഡിവിഷൻ. 7500-ലധികം പോപ്പുലേഷനുള്ള, 2500-ലധികം കുടുംബങ്ങളുള്ള ഒരു ഡിവിഷനാണ് ചെറൂർ. ഞാനിത് പറയുമ്പോൾ ആ നാട്ടിലുള്ള ഒരുപാട് പേരിലേക്ക്, ഒരുപക്ഷെ ഞാൻ പറയില്ല, പരിമിതികളുടെ കാര്യം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, ഞാൻ പറയും ഒരു 80% ആളുകളുടെ പ്രശ്നങ്ങളും ആ നാടിൻ്റെ സമഗ്ര വികസനത്തിനും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് എന്നാലാവുന്ന വിധത്തിൽ നല്ല തമ്പുരാൻ എന്നെ അതിനൊരു ഉപകരണമാക്കി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അവിടെ ഞാൻ പറയാണ് പ്രൈസ് ദി ലോർഡ്, കാരണം എന്നെ അങ്ങനെ അനുവദിച്ചതിനും ആ നിലയിലേക്ക് എന്നെ ഉയർത്തിയതിനും എന്നുള്ളത്. നമുക്കൊരിക്കൽ എല്ലാവർക്കും ഒരുമിച്ച് പറയാം പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എവിടെയാണ്, സ്വയം തിരിച്ചറിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സസും തിരിച്ചറിയാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ കാരണക്കാരെ മുന്നിൽ കണ്ടെത്തി അവരെ കുറ്റപ്പെടുത്തുകയും അവരെ പഴിചാരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ഞാൻ എന്ന് സ്വയം തിരിച്ചറിയാം. അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവാണ്, എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുകയാണ്, എൻ്റെ മക്കൾക്കൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. അങ്ങനെ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, അതോ എനിക്ക് മുൻപിൽ നിൽക്കുന്ന എൻ്റെ കുടുംബത്തിലുള്ളവരിലേക്കും മറ്റുള്ളവരിലേക്കും ഈ പ്രശ്നം ഞാൻ പങ്കുവെക്കുമോ, അല്ലെങ്കിൽ അവരിൽ ഞാനൊരു കുറ്റം ആരോപിക്കുമോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു നിയോഗവുമായിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? എന്തെങ്കിലും ഒരു നിയോഗം. ആ നിയോഗത്തെ ചേർത്ത് പിടിച്ച് നമ്മുടെ ഈ അൾത്താരയിൽ ചേർത്ത് പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആലോചിക്കുക, ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ, എൻ്റെ കുടുംബത്തിൽ ഇത്തരമൊരു വിഷമസന്ധി ഉണ്ടാകുമ്പോൾ ആ വിഷമസന്ധിയിൽ എനിക്ക് എന്തുമാത്രം ഞാൻ കാരണക്കാരിയാണ്, ഞാൻ എന്തുമാത്രം കാരണക്കാരനാണ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ദൈവം ഇടപെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആ പ്രശ്നത്തിൻ്റെ കാരണക്കാരിൽ ഞാനും പങ്കാളിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മാറ്റത്തിന് തയ്യാറാവണം. ആ മാറ്റത്തിന് തയ്യാറാകുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് തമ്പുരാൻ അവിടെ ഇടപെടും. എപ്പോഴും നമ്മൾ പറയാ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയും, അല്ലേ? എപ്പോഴും പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ, അല്ലേ? എൻ്റെ ബുദ്ധിക്ക് പ്രകാശം നൽകണേ. ചെറിയ നാൾ തൊട്ട്, കുഞ്ഞുനാളിൽ തൊട്ട് എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ, എന്നെ വിവേകത്തോടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കും. നടക്കുമ്പോഴൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്നിൽ ഉണ്ടാവുന്ന, എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിന് ഞാൻ കാരണക്കാരിയായിട്ട് വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ആ പ്രശ്നം എവിടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് തിരുത്തലിന് സാധ്യമാക്കുക എന്നുള്ളത്. പരിശുദ്ധ പിതാവ് എഴുതിയ ഒരു ചാക്രിക ലേഖനമുണ്ട്, ഫ്രാൻസിസ് പിതാവ് മാർപ്പാപ്പ എഴുതിയ ഒരു ചാക്രിക ലേഖനമുണ്ട്, ദമ്പതികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. എമോറിസ് ലെറ്റീഷ്യ എന്നാണ് അതിൻ്റെ പേര്. ആ പുസ്തകം വായിക്കുമ്പോൾ അതിൽ എന്നെ സ്പർശിച്ച ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കുകയാണ്, ദമ്പതികൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. 1, നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ 2 പേരും, ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ആ പ്രശ്നത്തെക്കുറിച്ച് പരസ്പരം സംസാരിക്കണം. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ കേൾവിക്കാരനും, മറ്റേയാൾ സംസാരിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാനും പറ്റണം എന്നുള്ളത്. അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലൊരു മീഡിയേഷൻ പ്രോസസ്സ് നടക്കും. 2 പേർക്കും അവരവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു വേദി ഉണ്ടാവും. പക്ഷേ ഇന്ന് പലപ്പോഴും ദമ്പതികൾക്കിടയിൽ നടക്കുന്ന പ്രശ്നം, നമ്മൾ പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നമ്മൾ പറയുമ്പോൾ, കൂടുമ്പോൾ ഭൂകമ്പമാണ് ഇന്ന് കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? പരസ്പരം ആരും തല്ലിക്കൊണ്ടും അല്ലെങ്കിൽ പരസ്പരം വേദനിപ്പിച്ചും
ശാരീരിക മുറിവുകൾ ഉണ്ടാക്കിയിട്ടുമല്ല ഇന്ന് കുടുംബങ്ങളിലെ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ്? രണ്ടുപേരുടെയും വാക്കുകൾ കൊണ്ടുവരുന്ന, രണ്ടുപേരും പരസ്പരം സംസാരിക്കാതെ വരുമ്പോൾ രണ്ടുപേർക്കും ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് ഇന്ന് ദമ്പതികൾക്കിടയിൽ കൂടുതലും കാണുന്നത്. ഞാൻ പലപ്പോഴും ഞാൻ പറയുന്ന ഫാമിലി കോർട്ടിൽ വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന പ്രശ്നവും അവിടെ തന്നെയാണ്. രണ്ടുപേരും പരസ്പരം സംസാരിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അതിനു മുൻപേ തന്നെ കുടുംബാംഗങ്ങൾ അതിലിടപെടും, അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, രണ്ടുപേരും അകറ്റുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകും. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ എൻ്റെ ഫാദറിൻലോ, എൻ്റെ അപ്പച്ചൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലെ ഒരു അനുഭവം, ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നങ്ങളായി. അങ്ങനെ പ്രശ്നങ്ങളായി രണ്ടുപേരും അകന്ന് താമസിക്കാൻ തുടങ്ങി. ഡിവോഴ്സിൻ്റെ വക്കീലെത്തി, രണ്ടുപേരും ഡിവോഴ്സിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയം ഇതിൻ്റെ ഇടയിൽ ഇവരുടെ കുടുംബാംഗങ്ങൾ ഇടപെട്ടു. നമ്മൾ പറയും ഇൻലോസിൻ്റെ ഇൻ്റർഫിയറൻസ് വളരെ പ്രശ്നമാണ്. ഇൻലോസ് ഇടപെട്ടു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. രണ്ടുപേരും പരസ്പരം സെപ്പറേറ്റഡായി. ലീഗലി സെപ്പറേറ്റഡായി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു മിറാക്കിൾ സംഭവിച്ചു, ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. എന്താ സംഭവിച്ചത്? ഈ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും മാത്രം, അപ്പനെയും അമ്മേനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ച് ഇവർ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തു. എന്നാൽ നമുക്ക് ഡിവോഴ്സിലേക്ക് പോകണ്ട, കുടുംബക്കാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നം അവിടെ നടക്കട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നിച്ച് താമസിക്കാം. ഈ ഭർത്താവ് ഗൾഫിലാണ്. ഭർത്താവ് ഒരു കാര്യം ചെയ്തു, പാരൻസ് ഒന്നും അറിയാതെ നാട്ടിൽ വന്ന് ഈ ഭാര്യയെ ഇവിടുന്ന് കൊണ്ടുപോയി ദുബായിലേക്ക് പോയി. അവർ രണ്ടുപേരോട് സുഖമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പോൾ പ്രസവത്തിൻ്റെ സമയമാണ് എന്നുള്ളതായപ്പോഴാണ് നാട്ടിലും വീട്ടിലും അറിയുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളത്. അപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ പലപ്പോഴും മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ട് ജീവിത പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്ന അവസ്ഥ ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ പറയാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നതിന് പകരം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എവിടെയാണ് ഞാൻ മാറേണ്ടത്? എവിടെയാണ് ഞാനെന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം ഈ പ്രശ്നത്തിന് എത്രത്തോളം മാറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുമ്പോൾ അവിടെ വലിയൊരു മാറ്റം സംഭവിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യമാണ് സെൽഫ് അവെയർനെസ്സാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, യെസ്. അപ്പോൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക, ഇഷ്ടക്കുറവുകൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ചുറ്റുള്ളവരിലെ പഴിചാരുന്ന ആളാണോ അതോ എനിക്ക് എത്രമാത്രം ഈ പ്രശ്നത്തെ തിരിച്ചറിയാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക. അവിടെയാണ് പരിശുദ്ധ പിതാവിൻ്റെ ചാക്രിക ലേഖനത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചത്. ആദ്യം പറഞ്ഞു, ദമ്പതികൾക്കിടയിൽ 3 കാര്യങ്ങൾ സംഭവിക്കണം എന്ന് പിതാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ദമ്പതികൾക്കിടയിൽ മീഡിയേഷൻ പ്രോസസ്സ്. അതിനെക്കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ ആ ഭാര്യ ഭർത്താക്കന്മാരുടെ അനുഭവം ഷെയർ ചെയ്തത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ഭാര്യ ഭർത്താവിൻ്റെ സുസ്ഥിതി ഉറപ്പുവരുത്തുക, ഭർത്താവ് ഭാര്യയുടെ സുസ്ഥിതിയും ഉറപ്പുവരുത്തുക. എന്താ സുസ്ഥിതി? നിലവിലായിരിക്കുന്ന സാഹചര്യത്തെ മുന്നോട്ട് നയിക്കുന്ന വിധത്തിൽ ആ വ്യക്തിക്ക് മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുക എന്നാണ് അതിനർത്ഥം. എന്ത്? സുസ്ഥിതി എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലൂടി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ? ഭാര്യ മക്കളെയും എടുത്ത് പോവും, ഒന്നില്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകും. ഇനി സ്വന്തം വീട്ടിൽ അതിനുള്ള സാധ്യതയില്ല എങ്കിൽ എവിടെ ചെയ്യും? ഏതെങ്കിലും ബന്ധുവീടുകളിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകും, അല്ലെങ്കിൽ വാടകയ്ക്ക് പോകും. ഇതാണ് സംഭവിക്കാം. അപ്പോൾ ഇവിടെ ഭർത്താവ് ഭാര്യയുടെ സുസ്ഥിതി നോക്കുന്നുണ്ടോ? ഭാര്യയുടെ സുസ്ഥിതി നോക്കുന്നുണ്ടോ? ഇല്ല. ഇനി ഭാര്യ ഭർത്താവിൻ്റെ സുസ്ഥിതി നോക്കുന്നുണ്ടോ? ഇതുമില്ല. പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാ. ഒരിക്കൽ ഒരു മകള്, ഒരു 6 വയസ്സുള്ള ഒരു മോള് ഒരിക്കൽ നമ്മുടെ കുടുംബ കോടതിയിൽ വന്നൊരു കേസിൽ അവരുടെ മീഡിയേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ആ കുഞ്ഞെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് ഞാൻ അവിടെ ഫാമിലി കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാം. ആ കുട്ടി പറഞ്ഞൊരു കാര്യം, വളരെ വിഷമത്തോടു കൂടെ പറഞ്ഞ കാര്യം, ചേച്ചി ഒരു കാര്യം ചെയ്യാമോ, എൻ്റെ അപ്പനോട് സ്കൂൾ തുറക്കാൻ പോവാ, എൻ്റെ അപ്പനോട് എനിക്കൊരു ജോഡി ചപ്പൽ മേടിച്ച് തരാൻ പറയാൻ പറ്റുമോ? വളരെ വിഷമത്തോടു കൂടെ 6 വയസ്സുള്ള കുഞ്ഞ്, സ്കൂളിലേക്ക് പോകാനിരിക്കുന്ന കുഞ്ഞ് കൗൺസിലിങ്ങിന്, കുടുംബക്കോടതിയുടെ കൗൺസിലിങ്ങിൻ്റെ റൂമിൻ്റെ വരാന്തയിൽ നിന്ന് അകത്തേക്ക് കടന്നു വന്നപ്പോൾ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ അപ്പനോട് പറയോ എനിക്കൊരു ജോഡി ചെരുപ്പ് വാങ്ങിച്ചു തരാനായിട്ട് പറയോ ഒന്ന്. ഞാൻ ആ കുട്ടിയെ കുറച്ചും കൂടെ അടുത്തിരുത്തി ഒന്ന് ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, മോളുടെ വിഷമം എന്താ? ആ കുഞ്ഞെന്നോട് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും മാറി താമസിക്കുന്നത് കാരണം
അമ്മ മാത്രമാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി തരുന്നത്. പക്ഷെ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണില്ല. ഡ്രസ്സ് വാങ്ങിക്കണം, സ്കൂൾ തുറക്കാനുള്ള പുസ്തകങ്ങൾ വാങ്ങണം, എല്ലാം വാങ്ങിക്കണം. പക്ഷേ ഒരു നേരം പോലും അപ്പൻ ഞങ്ങളുടെ കുട്ടികളുടെ അടുത്ത്, ഞങ്ങളുടെ മക്കളുടെ അടുത്ത് ഒന്ന് ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നോ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് കഴിക്കുന്നു എന്നോ ഒന്നും ഞങ്ങളുടെ അപ്പൻ ചോദിക്കാറില്ല. ഇടറിക്കൊണ്ട് സംസാരിച്ച ആ മകളുടെ മാനസിക അവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ തുറന്ന് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന, പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്ന വലിയ പാഠം എന്താണ്? ഒരു ഭർത്താവ് എത്ര വലിയ പ്രശ്നത്തിലാണെങ്കിലും, ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഭർത്താവ് ഭാര്യയുടെയും മക്കളുടെയും സുസ്ഥിതി ഉറപ്പുവരുത്തുമ്പോൾ ഈ പറഞ്ഞ കാര്യം അവിടെ സംഭവിക്കില്ല എന്ന്, ആ കുഞ്ഞ് പറഞ്ഞതുപോലെ ഒരു സംഭവം അവിടെ ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് സുസ്ഥിതി ഉറപ്പുവരുത്തുക. ഇനി മൂന്നാമത്തെ കാര്യം, എത്ര തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മൂന്നാമത്തെ കാര്യമാണ് ഈ മക്കളുടെ, അതായത് രണ്ടുപേരും മക്കളുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റണം എന്നുള്ളത്. മക്കളുണ്ടെങ്കിൽ, ഈ ദമ്പതികൾക്കിടയിൽ മക്കളുണ്ടെങ്കിൽ ഈ മക്കളുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റേണ്ടതും കൂടെ ഉണ്ട് എന്നുള്ള വലിയൊരു ചിന്തയും കൂടെ പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കുകയാണ്. അപ്പം ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ച ദമ്പതികൾ ചിന്തിക്കേണ്ട, നമ്മളിൽ മാറ്റം വരുത്തേണ്ട ഒരു കാര്യമാണ് സ്വയം തിരിച്ചറിയുക എന്നുള്ളത്. അവിടെ സ്വയം തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാനീ പറയും, പരിശുദ്ധ അമ്മയെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, പരിശുദ്ധ അമ്മയെ നമ്മൾ വണങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ അമ്മയെ മാതൃകയാക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലെ സെൽഫ് അവെയർനെസ് ഒത്തിരി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എവിടെയാണ് പരിശുദ്ധ അമ്മ സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് സംസാരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എവിടെ ഉത്തരം പറയാൻ പറ്റുക? നമ്മൾ ബൈബിൾ പഠിക്കുകയും വായിക്കുകയും വചന പ്രഘോഷണം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എവിടെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് സ്വയം തിരിച്ചറിവുള്ളത്? എവിടെയാണ്? കാനായിലെ കല്യാണ വിരുന്ന്. ഓക്കെ, കാനായിലെ കല്യാണ വിരുന്ന് ശരിയാണ്. പിന്നെ കുറച്ചും കൂടി കൃത്യമായി ഉത്തരം പറയുകയാണെങ്കിൽ, സന്തോഷ രഹസ്യങ്ങളിൽ ആദ്യത്തെ രഹസ്യം. സന്തോഷ രഹസ്യങ്ങളിൽ ആദ്യത്തെ രഹസ്യം ഒന്ന് പറയാമോ? എന്താണ് ആദ്യത്തെ രഹസ്യം? മംഗളവാർത്ത, അല്ലേ? മംഗളവാർത്ത. എന്താ മംഗളവാർത്ത? ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തോട് പറയാണ് എന്തെന്ന്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേരിടണം. ഇത് പറഞ്ഞ ഉടനെ തന്നെ പരിശുദ്ധ അമ്മ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ഇതെങ്ങനെ സംഭവിക്കും? ആദ്യം പറഞ്ഞത് എന്താ? ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പൊ വീണ്ടും ഗബ്രിയേൽ മാലാഖ പറയാണ്, എന്തെന്നാ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, അപ്പൊ ഇതൊക്കെ സംഭവിക്കും എന്നാണ് പറഞ്ഞത്. ഇത് വലിയ തിരിച്ചറിവാണ്. സ്വയം തിരിച്ചറിഞ്ഞ പരിശുദ്ധ അമ്മ സ്വയം തിരിച്ചറിഞ്ഞ ഒരു അനുഭവമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളൊക്കെ വിവാഹിതരായിട്ട് വിവാഹത്തിന് മുൻപ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടതുപോലെ നമ്മുടെ മുൻപിൽ വന്നിട്ട് പറയാണ്, ഇതുപോലെ ഇങ്ങനെ പറയാണ്, മാലാഖ പറയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൺഫ്യൂഷനായില്ലേ? എന്ത് സംഭവിക്കും? ഇതെന്താ ഇങ്ങനെ പറയണേ അല്ലേ? നമുക്ക് ആകെ ആശ്ചര്യമാണ്. നമ്മൾ എന്ത് ചിന്തിക്കും? ഒരുപക്ഷെ പറയും, അപ്പനോട് അമ്മയോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ കേട്ടാ, അല്ലേ? നമ്മൾ ഓടിപ്പോയിട്ട് ചിലപ്പോൾ ചോദിക്കും, അപ്പനോട് അമ്മയോട് ചോദിച്ചിട്ട് വരട്ടെ. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ആകുലതയും ഉണ്ടായില്ല. എന്തെങ്കിലും ഉത്തരത്തിന് കാലതാമസം നടന്നോ? പെട്ടെന്നാണ് ഉത്തരം, അല്ലേ? ചോദ്യം തിരിച്ചു ചോദിച്ചത് പെട്ടെന്നാണ്, അല്ലേ? കുറേ സമയം കഴിഞ്ഞിട്ടാണോ? ഗബ്രിയേൽ മാലാഖയോട് പറയാണ്, ശരി എന്നാൽ ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ, ഞാൻ നന്നായിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ മറുപടി പറയാട്ടോ എന്നാണോ പറഞ്ഞത്? അല്ല. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്വയം തിരിച്ചറിവ് എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ സ്വയം തിരിച്ചറിവുള്ള, തൻ്റെ കഴിവുകളെക്കുറിച്ചും തൻ്റെ കുറവുകളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് ധ്യാനിക്കാം, അല്ലേ? അതായത് എനിക്ക് എന്ത് തരണം? വെളിവ് തരണം. എന്താ? എനിക്ക് എന്നെക്കുറിച്ച് തിരിച്ചറിയാനുള്ള വെളിവ് തരണം. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ തിരിച്ചറിവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ കുറവുകളെയും എൻ്റെ പരിമിതികളെയും മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ പരിമിതികളെ ഞാൻ എന്താക്കണം? നിറവുകളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നിറവുകളായിട്ട് മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും.
മാറ്റങ്ങൾ സംഭവിക്കും. ഇത് വലിയൊരു തിരിച്ചറിവാണ്. ഇനി ഞാൻ പറയും, അതായത് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നന്നായിട്ട് ആശയവിനിമയം ചെയ്യാൻ പറ്റുക. പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ദമ്പതികൾക്കിടയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയാണെന്നറിയോ? ആശയവിനിമയത്തിൽ നിന്ന് വരുന്ന വലിയ പ്രശ്നങ്ങളാണ്. ഒരു പരിധിവരെ ഇന്ന് നമ്മൾ ചുറ്റും കാണുന്ന, മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, അല്ലേ? വായിക്കാറില്ലേ? ഭർത്താവ് ഭാര്യയെ തല്ലിക്കൊന്നു, വായിക്കാറുണ്ടോ? പത്രങ്ങളിൽ കാണാറില്ലേ? അതിൻ്റെ ഒക്കെ പുറകിലോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വലിയ സത്യമുണ്ട്. എന്താണ്? ഇവരൊന്നും ആദ്യം എവിടെന്നാണ് തുടങ്ങുന്നത്? സംസാരത്തിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രണ്ടു പേർക്കിടയിലും ഉണ്ടാകുന്ന സംസാരങ്ങളിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറയാം, ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട വില്ലൻ ആരാ? മൊബൈൽ ഫോൺ. ഏത് ചെറിയ മക്കൾ പോലും, ഏത് പ്രായം ചെന്നവരാണെങ്കിലും ഇവർക്കൊക്കെ ഇന്ന് എന്തറിയാം? മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാം. എല്ലാവരുടെ കയ്യിലും എന്തുണ്ട്? സ്മാർട്ട് ഫോൺ ഉണ്ട്. ഈ സ്മാർട്ട് ഫോണിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും, നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന പലരും എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങളൊക്കെ കൂടുതലും കാണുന്നത് എന്താ? ഗാഗുൽത്തയിൽ നടക്കുന്ന ലൈവ് സ്ട്രീമിലൂടെ കടന്നു വരുന്ന വചന പ്രഘോഷണങ്ങളും അതുപോലെ തന്നെ ആരാധന, ദിവ്യബലി, അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ മക്കളുടെയൊക്കെ മൊബൈലെടുത്ത് വെറുതെ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരെന്താ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്നറിയോ? ഇവർ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ ഓപ്പൺ ചെയ്യുന്ന കാര്യങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് കിടക്കണ്ടോ. അപ്പം നമുക്ക് മനസ്സിലാവും ഇവരെന്തിനെക്കുറിച്ചാണ് ഇവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണേ. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഇവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണേ? അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് മനസ്സിലാവേണ്ട കാര്യം നമ്മൾ എന്തിനെക്കുറിച്ചാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വലിയ വില്ലനായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ പറയുന്ന മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം ഇന്ന് ഒരു പരിധി വരെ നമ്മുടെ കുടുംബത്തിൽ ക്വാളിറ്റി ഓഫ് ടൈം, അതായത് നമുക്ക് നല്ലൊരു സമയം മക്കൾക്കും ദമ്പതികൾക്കും ഇടയിൽ, മാതാപിതാക്കൾക്കും ഇടയിൽ ഇരുന്ന് പോകാനുള്ള സമയം നഷ്ടപ്പെടുന്നു. അപ്പം നമ്മളെ കുടുംബത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുന്നൊരു സമയമുണ്ട്. എല്ലാ വീടുകളിലും അതിനൊരു സമയമുണ്ട്, ഇല്ലേ? അങ്ങനെ ഒരു സമയം ഇല്ലേ? നമുക്കൊക്കെ ഒരു സമയമുണ്ട്, അല്ലേ? അങ്ങനെ ആ സമയം കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ പരസ്പരം ഒന്ന് ഇരുന്ന് സംസാരിക്കാൻ, മക്കളോട് വിശേഷങ്ങൾ ചോദിക്കാൻ, മരുമക്കളുണ്ടെങ്കിൽ മരുമക്കളുടെ സന്തോഷങ്ങൾ അറിയാൻ. ഇന്ന് എന്തെങ്കിലും വിഷമമുണ്ട്, ഇപ്പോൾ ഇവിടെ അമ്മായിമ്മമാരൊക്കെ ഇരിക്കണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം. വൈകുന്നേരം ഈ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ഈ അമ്മായിമ്മയും മരുമകളൊക്കെ ഒന്ന് നല്ല സ്നേഹ സംഭാഷണം നടത്തുന്നത് നല്ലതാണ്. ഇന്ന് മോൾക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടായോ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മരുമക്കളും ചിന്തിക്കുന്നത് നല്ലതാണ്. അമ്മേ അല്ലെങ്കിൽ അപ്പ, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായോ? ഉണ്ടായെങ്കിൽ അത് അവിടെ തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറയുക, രാത്രി ഉറങ്ങിത്തീരുന്നതിന് മുൻപ്, നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുൻപ് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്ത് വരാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ വീട്ടിലെ മരുമക്കൾ, അമ്മായിമ്മ പ്രശ്നം ഉണ്ടാവോ? ഒരിക്കൽ എന്നെ ഒരു ഇടവക പള്ളിയിലേക്ക് ക്ലാസ് എടുക്കാൻ വിളിക്കുക വികാരിയച്ഛൻ. വിഷയം എന്താണെന്നറിയോ? അമ്മായിമ്മ മരുമകൾ ബന്ധം എങ്ങനെ ശക്തമാക്കാം, എങ്ങനെ ശാക്തീകരിക്കാം, ഇതാണ് വിഷയം. ഞാൻ ആ വികാരിയച്ഛനോട് ചോദിച്ചു, എന്തിനാണ് അച്ഛാ ഇങ്ങനെ ഒരു ടോപ്പിക് ഇടണേ ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, എൻ്റെ മാഡം, എനിക്കിവിടെ ഇരിക്കപ്പുറതിയില്ല. കാരണം എന്താണെന്നറിയോ? ഈ അമ്മായിമ്മമാരെയും മരുമക്കളുടെയും പ്രശ്നം തീർത്തിട്ട് എനിക്ക് മടുത്തു. അപ്പോൾ ഇനി ഇവർക്കൊരു കൗൺസിലിംഗ് ക്ലാസ്സെങ്കിലും കൊടുത്ത് ഇവർ നന്നാവുമെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് അന്ന് ആ വികാരിയച്ഛൻ എന്നോട് നർമ്മത്തിൽ പറഞ്ഞെങ്കിലും അത് വലിയൊരു സത്യമായിരുന്നു. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ആ ഇടവകയിൽ, കുടുംബങ്ങളിലെ കലഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഇൻലോസ് തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കുടുംബത്തിൽ, ഞാനൊരു കൂട്ടുകുടുംബത്തിലുള്ള ഒരാളാണ്. 3 ആൺമക്കളുള്ള മൂത്ത മകൻ്റെ ഭാര്യയാണ്. ഞാൻ എൻ്റെ കുടുംബത്തിൽ കണ്ടിട്ടുള്ള നല്ല ചില ശീലങ്ങൾ, അതായത് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, എൻ്റെ അപ്പച്ചൻ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ്, അന്ന് അപ്പച്ചൻ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കാരനാണ്, DRDOയിൽ ജോലി ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ അവസാന വർഷമാണ്. അപ്പോൾ ആൾ റിട്ടയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപ്, അപ്പോൾ എനിക്കും അപ്പച്ചൻ്റെ കൂടെ കുറച്ച് നാൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജോലിക്കിടയിൽ പോകുന്നതൊക്കെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പച്ചൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ അപ്പച്ചൻ്റെ ഒരു മൂത്ത പെങ്ങളുണ്ട്, കല്യാണം കഴിയാത്ത മൂത്ത പെങ്ങളുണ്ട്. ആ പെങ്ങളാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും ഈ അപ്പച്ചനെ ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോൾ ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? നമ്മളവരെ ആദരിക്കുന്നു, അല്ലെങ്കിൽ അവരെ
റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു സ്നേഹവും ആദരവും കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ എഴുന്നേറ്റ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാനും അത് ശീലിക്കുകയാണ്. കാരണം നമ്മളും അത് ചെയ്യുന്നു അപ്പനെ കാണുമ്പോൾ. അത് അപ്പനെ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വരുന്ന പ്രായം ചെന്ന ആരും, നമ്മളെക്കാൾ മുതിർന്ന ആര് വന്നാലും വീട്ടിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ കുടുംബത്തിലുണ്ട്. ഈ ശീലം എന്തുകൊണ്ടുണ്ടായി? ഇത് നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയൊരു കാര്യമാണ്. മക്കളിലേക്ക് മാതാപിതാക്കൾ പകർന്നു കൊടുത്ത വലിയൊരു നല്ല ശീലങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ ഇടയിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടെ ചെന്ന് ഞാൻ ചോദിക്കാറുണ്ട്, ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്. എന്താണ്, വീട്ടിൽ അപ്പൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ, അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എത്ര പേര് എഴുന്നേറ്റ് നിൽക്കും എന്ന് ചോദിക്കുമ്പോൾ വളരെ ചുരുക്കം കുട്ടികളാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇനി ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്കും കൂടെ ക്ലാസ് എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ആ മാതാപിതാക്കളോട് ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ ഇല്ലാത്തൊരു ശീലം നമുക്ക് കുട്ടികളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, ജീവിതത്തിൽ കുടുംബത്തിൽ ഒരു മാറ്റത്തിന് സാധ്യത വരണമെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല ശീലങ്ങൾ, കൈവിട്ടുപോയ ഒരുപാട് നല്ല ശീലങ്ങൾ, അത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇന്നത്തെ മാതാപിതാക്കൾക്ക് കഴിവുണ്ടാവണം എന്നുള്ളതാണ്. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് എല്ലാം തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം കുടുംബത്തിൽ ഉണ്ടാവണം. ഒരു ഭർത്താവിനെ ഭാര്യയെ കേൾക്കാനുള്ള ഒരു സാഹചര്യം കുടുംബത്തിലുണ്ടാവണം. ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രശ്നം, ഭർത്താവും ഭാര്യയും ഒക്കെ തിരക്കിലാണ്. ഈവൻ ഞാനും ഉൾപ്പെട്ട ഒരു സമൂഹത്തിൽ ഞാനും തിരക്കിലാണ്. പലപ്പോഴും ഞാനും എൻ്റെ ഭർത്താവും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് സൺഡേ കുർബാനയ്ക്ക് പോയിട്ട്, അതായത് പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത്, ഞങ്ങൾ താമസിക്കുന്നത് തൃശ്ശൂർ ടൗണിനോട് അടുത്താണ്. അപ്പോൾ വെറുതെ ഒന്ന് തൃശ്ശൂർ ടൗണിൽ വെറുതെ ഒന്ന് റൗണ്ട് ചുറ്റി വരും. ഈ റൗണ്ട് ചുറ്റി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു കൂട്ടുകുടുംബമാണ് അല്ലേ. ചില കാര്യങ്ങളൊന്നും നമുക്ക് കൂട്ടുകുടുംബത്തിൽ നിൽക്കുമ്പോൾ കുറേയധികം പരിമിതികളുണ്ട്. അപ്പോൾ എൻ്റെ സങ്കടങ്ങളും എൻ്റെ വിഷമങ്ങളും ഒരുപക്ഷെ എനിക്ക് എൻ്റെ ഇൻലോസിൻ്റെ മുൻപിൽ പറയാൻ താല്പര്യമില്ല, എൻ്റെ മക്കളുടെ മുൻപിൽ പറയാൻ താല്പര്യമില്ല. എനിക്ക് എൻ്റെ ഭർത്താവിനെ തനിച്ച് കിട്ടാനായിട്ട് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നൊരു കാര്യമാണ്, അതായത് ഇടയ്ക്ക് വെറുതെ ഒരു ഡ്രൈവ് പോകുക എന്നുള്ളത്. ആ ഡ്രൈവ് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ, എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ, ഇതെല്ലാം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് തുറന്ന് പറയാറുണ്ട്. അങ്ങനെ തുറന്ന് പറയുമ്പോൾ ആ വ്യക്തി എന്തായിരിക്കണം? നല്ലൊരു ലിസണർ ആയിരിക്കണം അല്ലേ, കേൾവിക്കാരനാവണം. ചിലപ്പോൾ എനിക്കുണ്ടായ വിഷമത്തിൽ അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ മതി, സാരമില്ല വിട്ട് കളഞ്ഞേക്ക് അല്ലേ, സാരമില്ല വിട്ട് കളഞ്ഞേക്ക് എന്ന് കേൾക്കാൻ കൊതിക്കുന്ന ഒരു ഭാര്യ ഇപ്പുറത്തുണ്ട്. പലപ്പോഴും ഭർത്താക്കന്മാർക്ക് ഇത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനിവിടെ ഇരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരോടും അപ്പച്ചന്മാരോടും ചോദിക്കുകയാണ്, നമ്മളൊക്കെ അങ്ങനെ കേൾവിക്കാരായിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? എൻ്റെ ഭാര്യ പറയുന്നത് കേൾക്കാൻ, എൻ്റെ മക്കൾ പറയുന്നത് കേൾക്കാൻ, എൻ്റെ പേരക്കുട്ടികൾ പറയുന്നത് കേൾക്കാൻ ഞാൻ ചെവി കൊടുക്കാറുണ്ടോ? അങ്ങനെ ചെവി കൊടുക്കുമ്പോൾ, അവരെ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം നമ്മുടെ മനസ്സിനകത്തും ഉണ്ടാവും. എന്താണെന്നറിയോ? ഇതുവരെ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം വളരെ വലുതാണ്. കുറേയധികം പ്രശ്നങ്ങൾ നമ്മളിൽ തന്നെ ഒതുങ്ങിപ്പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇരിക്കുന്ന ഭാര്യമാർ പലപ്പോഴും ഭർത്താക്കന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഭാര്യമാർക്ക് എന്തത്ര വലിയ പണി അല്ലേ? കേൾക്കുന്നൊരു കാര്യമാണ് അല്ലേ, എന്തത്ര പണി. അപ്പോൾ ഈ വീട്ടിലുള്ള ജോലികൾ പിന്നെ ആര് ചെയ്യും? വീട്ടിലുള്ള ജോലികൾ വലിയ ജോലികളല്ലേ. വീട് വൃത്തിയാക്കണം, രാവിലെ എഴുന്നേൽക്കണം അല്ലേ, എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യണം? റോബോട്ട് പോലെയല്ലേ? ശരിയല്ലേ? ഇന്നിപ്പോൾ ഇവിടെ വരാനായിട്ട് ഈ ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ, നമ്മുടെ പ്രസൻസ് ഇവിടെയുണ്ട്. ഈ പ്രസൻസ് ഇവിടെ ഉണ്ടാവുന്നതിന് മുൻപ് നമ്മൾ വീട്ടിൽ എങ്ങനെയായിരുന്നു? റോബോട്ടായിരുന്നില്ലേ അല്ലേ? 4 മണിക്ക് എഴുന്നേറ്റ് പണിയെടുത്ത അമ്മമാർ ഇതിനിടയിലില്ലേ? ഭർത്താവിന് ചോറ് കൊടുത്തു വിടണം, മക്കൾക്ക് ഭക്ഷണം കൊടുത്തു വിടണം അല്ലേ, വീട് വൃത്തിയാക്കണം, തുണികൾ അലക്കാനുണ്ടായിരുന്നു ഇല്ലേ? ഇതെല്ലാം ചെയ്തിട്ടല്ലേ നമ്മൾ വന്നത്. ഞാനും ചെയ്തിട്ടാണ് വന്നത്. ഞാനത് പറയാൻ കാരണം, ഇന്ന് ഞാൻ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ വീട്ടിലുള്ള എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് ഞാനും വന്നത്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, സ്ത്രീ പുറത്തു പോയി ചെയ്യുന്ന ജോലികൾക്കപ്പുറത്തും അവൾക്ക് വീട്ടിനകത്തും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പലരും അത് കാണുന്നില്ല. അങ്ങനെ ഓടിക്കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഭർത്താവ് രാവിലെ, ഞാൻ പലപ്പോഴും രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്ന ഒരാളാണ്. എന്താണെന്നറിയോ? വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ സമയം കിട്ടില്ല. ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മറക്കാനാവാത്ത ഒരു വലിയ അനുഭവമാണ്. ഒരു ദിവസം ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാതെ എൻ്റെ ഭർത്താവ് അത് കണ്ടു. അദ്ദേഹം പോയിട്ട് ഈ ബ്രെഡ് എടുത്തിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് എളുപ്പത്തിൽ കഴിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട്, നീ ഇത് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ മുൻപിലേക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത പ്ലേറ്റ് നീട്ടി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു സന്തോഷം ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല.
നിങ്ങൾക്കോ? ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമല്ലേ തോന്നിയത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം ഇത് വലിയ തമ്പുരാൻ്റെ വലിയൊരു എന്താ പറയുക നിമിത്തമായിട്ട് മാറ്റാണ്. ആ വ്യക്തി തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, നീ നിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞൊരു ദിവസം. ഞാൻ പറയാ, ആ ഒരു വാക്ക് മാത്രം മതി. എൻ്റെ ജീവിതത്തിൽ ഇന്നും അത് മറക്കാതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അതിൽ നിന്നുണ്ടായ ആനന്ദം, ആ ഭർത്താവുമായിട്ടുള്ള ജീവിത പങ്കാളിയുമായിട്ട് നമുക്കുണ്ടാകുന്ന ആ ബോണ്ടിങ്, അത് വളരെ വലുതാണ്. ഓരോ ദിവസവും ഈ ബോണ്ടിങ് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വയസ്സായിരിക്കുന്ന അല്ലെങ്കിൽ പ്രായം ചെന്ന അപ്പനമ്മമാർ ചിന്തിക്കേണ്ടത്, ഈ വയസ്സാം കാലത്താണ് ഈ ബോണ്ടിങ് കൂട്ടുന്നത്. വയസ്സായവർക്കും പ്രണയിച്ചുകൂടെ? എങ്ങനെ പ്രണയിക്കാം? അടുത്തിരുന്ന് കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ്. അത് കുശുമ്പ് പറയാന്നുള്ളതല്ല കേട്ടോ. ആരെ പറ്റി? മരുമക്കളെ പറ്റിയും അതുപോലെ തന്നെ പേരക്കുട്ടികളെ പറ്റിയും സ്വന്തം മക്കളെ പറ്റിയും ഒന്നും കുറ്റം പറയുന്നതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ഇതും നടക്കാറുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും. അതിൽ നിന്നുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളുമുണ്ട്. അപ്പം അതൊന്നും ഇല്ലാതെ നമുക്ക് സന്തോഷമായിട്ട് മക്കളെക്കുറിച്ച് നല്ലത് പറയാനായിട്ട്, പേരക്കുട്ടികളെ പറ്റി അവരിലെ ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പോസിറ്റീവ്സ് നമുക്ക് പറയാനായിട്ട്, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആശയവിനിമയം ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇന്ന് പല കുടുംബങ്ങളിലും ആശയവിനിമയം ഇല്ല. സൈലൻസ് പ്ലീസ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്താ കാരണം? ഓരോരുത്തർക്കും ഓരോ വീട്ടിലെ ഓരോ മുറികളുണ്ട്. ഈ മുറികളുടെ ഉള്ളിൽ എല്ലാവരും അവരവരുടെ റൂമുകളിലാണ് അല്ലേ? ഇപ്പം നമ്മളെ ചോദിച്ചാൽ നമ്മൾ നമ്മുടെ അടുക്കളയിലായിരിക്കും. നമുക്ക് മുറിയൊന്നുമില്ല. കാരണം എന്താ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഇരിക്കുന്ന സ്ത്രീ വിഭാഗത്തിലുള്ളവരെല്ലാവരും അടുക്കളയിലായിരിക്കും. അവർ അടുക്കളയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ എവിടെയായിരിക്കും? ഓരോ റൂമുകളിലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈലൻസ് പ്ലീസ് എഴുതി വയ്ക്കുന്ന അവസ്ഥയാണെന്ന് കുടുംബങ്ങളിൽ. പക്ഷെ അതിനപ്പുറത്തേക്ക് മക്കളെയൊക്കെ ഒന്ന് ചേർത്തിരുത്തി, പേരക്കുട്ടികളൊക്കെ ഒന്ന് ചേർത്തിരുത്തി, എന്താ ഉണ്ടായത്? സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളോട് എന്താ സംഭവിച്ചത്? ഇതൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ എന്താ സംഭവിക്കാമെന്നറിയോ? എന്താ ഉണ്ടാവുക? അമ്മാമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആവും. അപ്പാപ്പനും കുട്ടിയും തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആവും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള ഓരോ വ്യക്തികളും തമ്മിൽ ഈ ബന്ധം സ്ട്രോങ് ആക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു ജനപ്രതിനിധിയാണ്. പക്ഷേ ഈ ജനപ്രതിനിധിയായി നിൽക്കുമ്പോഴും എൻ്റെ വീട്ടിൽ വന്ന ഓരോ ദിവസവും നടന്ന എല്ലാ നല്ല അനുഭവങ്ങളും എല്ലാ തിക്ത അനുഭവങ്ങളും എൻ്റെ കുടുംബത്തിലുള്ളവരായിട്ട് ഞാൻ പങ്കുവയ്ക്കാറുണ്ട്. ഇത് പങ്കുവയ്ക്കുമ്പോൾ വലിയൊരു അത്ഭുതമാണ് ആ വീട്ടിൽ നടക്കുക. കാരണം എന്താണെന്നറിയാം, അത് പങ്കുവയ്ക്കുമ്പോൾ കുറേ കാര്യങ്ങൾ സംഭവിക്കും. എന്താ സംഭവിക്കുന്നത്? പുറത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഈ വീട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഇനി അത് മാത്രമല്ല, ഇപ്പം ഞാനിനി വീട്ടിൽ എന്തെങ്കിലും പണി ബാക്കി ഇട്ടിട്ട് പോയാലും അവർക്ക് മനസ്സിലാവും അവൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ? അവൾ പുറത്ത് ഇത്രയും പണിയൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. എൻ്റെ അമ്മായിയമ്മ ഒരു എന്താ പറയുക, എൻ്റെ അമ്മായിയമ്മ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പോലും പറയാൻ എൻ്റെ അമ്മായിപ്പൻ സമ്മതിക്കില്ല. കാരണം എന്താണെന്നറിയോ? അവിടെ ഇടപെടും. ആര്? അമ്മായിപ്പൻ. പറയരുത് പറയും, പറയരുത് എന്ന് പറയും. ആ പറയരുത് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? അത് എന്നെ തിരിച്ചറിയുന്ന ആ അപ്പൻ്റെ വലിയൊരു സ്നേഹമാണ്. അതൊരു വലിയ മാറ്റമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ജനപ്രതിനിധി ആയപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ കണ്ട ഏറ്റവും വലിയ ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ആർക്കും പരിഭവങ്ങളില്ല, പരാതികളില്ല. വീട്ടിൽ പണി നടന്നില്ലെങ്കിലും പരാതികളില്ല. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. രാവിലെ ജോലിക്ക് പോണേക്കാളും മുൻപ് എല്ലാ പണിയും കഴിഞ്ഞില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്. പക്ഷെ ഇന്ന് പ്രശ്നങ്ങളില്ല. ഓക്കെ, വീട് വൃത്തിയാക്കിയിട്ടില്ലേ, കുഴപ്പമില്ല, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കുടുംബത്തിലുള്ളവർക്ക് സംഭവിക്കുന്നു. എൻ്റെ ഭർത്താവ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു സാധനം വെച്ചാൽ അവിടെ തന്നെ ഇരിക്കണം, ഇന്ന ആളാ. പക്ഷെ ഇപ്പം ആ നിബന്ധനകളൊന്നും തന്നെ ഇല്ല. അതിനേക്കാൾ വലിയ മാറ്റം എന്താണെന്നറിയോ? അദ്ദേഹം തന്നെ സ്വന്തം ഡ്രസ്സുകളൊക്കെ കഴുകാൻ തുടങ്ങി. വലിയ മാറ്റം സംഭവിച്ചു. ഇവിടെ ഇരുന്ന അമ്മമാരൊക്കെ ചിരിച്ചു. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ സന്തോഷവും വലിയൊരു മാറ്റവുമാണ്. അദ്ദേഹം എന്നോട് പറയും, നീ എൻ്റെ ഡ്രസ്സൊന്നും കഴുകണ്ട, ദയവ് ചെയ്ത് എൻ്റെ ഡ്രസ്സൊന്നും ഞാൻ തന്നെ കഴുകിക്കോളാം. എന്താണ് സംഭവിച്ചതെന്നറിയോ? അദ്ദേഹം ഞാനെന്ന ഭാര്യയെ തിരിച്ചറിഞ്ഞതിൽ നിന്ന് അദ്ദേഹം എടുത്ത ഒരു തീരുമാനവും ഒരു മാറ്റവുമാണ്. എൻ്റെ മക്കള് എന്നോട് പറയും, അമ്മ ധൈര്യമായിട്ട് പോയിക്കോ. വീട്ടിൽ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും, ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങൾ ചിക്കൻ കറി വെച്ചുതരാം. എന്തുകൊണ്ടാണ് അവരത് പറയുന്നത്? അവർ ചിക്കൻ കറി വെക്കാനുള്ള കാരണം എന്താ? ജീവിതാനുഭവങ്ങൾ അവരെ അങ്ങനെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത്, കുടുംബങ്ങളിലുള്ള വ്യക്തികൾ തമ്മിൽ പരസ്പരം നല്ലൊരു ആശയവിനിമയം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ഉപദേശമല്ല. ഞാൻ എൻ്റെ മക്കളെ ഉപദേശിക്കുന്നതിലൂടെയല്ല അവർ നന്നാവുന്നത്. നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ കണ്ട് അവർ പഠിക്കുന്ന മാറ്റങ്ങളിലൂടെ അവരിലുണ്ടാകുന്ന ഒരു വലിയ മാറ്റമാണ്. ഞാൻ പരിശുദ്ധ അമ്മയെ
ഇവിടെ നിങ്ങളുടെ മുൻപിൽ അനുഭവത്തിലേക്ക് കൊണ്ടുവരാം. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ഉണ്ടായ സംഭവം. അവിടെ എന്താ സംഭവിച്ചത്? ഒരൊറ്റ വാക്കിൽ നിന്നാണ് ആദ്യത്തെ അത്ഭുതം ഈശോ ചെയ്യുന്നത്. ആരാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? പരിശുദ്ധ അമ്മ. സ്വന്തം അമ്മ അവിടെ കമ്മ്യൂണിക്കേറ്റ്, ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? അവർക്ക് വീഞ്ഞില്ല. അപ്പോൾ മകൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ? സ്ത്രീയെ, ഇനിയും സമയം ആയിട്ടില്ല. പക്ഷെ അപ്പോഴും പരിശുദ്ധ അമ്മ വീണ്ടും ഒരു നല്ല ഡയലോഗ് പറയുന്നുണ്ട്. എന്താ ഡയലോഗ്? അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവേൻ, അല്ലെ? അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യും. അവിടെ അവൻ മകൻ്റെ പിന്നാലെ നിന്ന് നീ അത് ചെയ്യടാന്ന് പറഞ്ഞോ? നീ അത് ചെയ്യടാന്ന് പറഞ്ഞോ? ഇവിടെ ഇരിക്കുന്ന അമ്മമാർ മക്കളുടെ പിന്നാലെ ഒരു കാര്യം നടക്കണമെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ ചെന്ന് പറഞ്ഞിട്ട് വേണം അവരത് ചെയ്യാൻ? അപ്പം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മക്കളുടെ പിന്നാലെ നടന്നിങ്ങനെ ഒരു കാര്യം 10-ലധികം തവണ പറയുന്ന മാതാപിതാക്കളാണ് നമ്മൾ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മക്കളുടെ അടുത്ത് ഒറ്റ തവണ പറഞ്ഞാൽ മതി, പക്ഷെ ഇഫക്റ്റീവായിട്ട് സംസാരിക്കണം. ആരെ പോലെ? പരിശുദ്ധ അമ്മയെ പോലെ. അങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തതയുണ്ടാവണം. നിങ്ങൾ ആരാണെന്നുള്ള വ്യക്തത, നിങ്ങളുടെ മക്കൾ ആരാണെന്നുള്ള വ്യക്തത. ഏത് സമയത്ത് പറഞ്ഞാൽ അത് സംഭവിക്കും, എങ്ങനെ പറഞ്ഞാൽ അത് സംഭവിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ +1 കൗമാരപ്രായത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അവൻ്റെ അടുത്തൊരു കാര്യം പറയണമെങ്കിണ്ടല്ലോ, ഒന്ന് പറഞ്ഞ രണ്ട് ഇങ്ങോട്ട് പറയുന്ന പ്രായമാണ്, അല്ലേ? കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് പ്രശ്നമല്ലേ? കാരണം എന്താ? ഒരുപാട് മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം പറയുമ്പോഴേക്കും ഇങ്ങോട്ട് അവർ 2 കാര്യം പറയും. അമ്മയ്ക്കൊന്നും അറിയില്ല, അതാണ് അവരുടെ ഉത്തരം. അമ്മയ്ക്ക് ഒന്നും അറിയില്ല. ഞങ്ങൾ ന്യൂജനെ കുറിച്ച് അമ്മയ്ക്ക് ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ പലപ്പോഴും ഈ മകനെ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കും, നന്നായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കും. ഞാൻ എന്ത് വാക്കുകൾ പറഞ്ഞാലാണ് ഇവനിലൊരു മാറ്റം സംഭവിക്കുക. പക്ഷെ ഞാൻ എത്രത്തോളം അങ്ങനെ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ മാറ്റം സംഭവിച്ചതായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മകൻ്റെ പിന്നാലെ നടന്ന് പഠിക്കട മോനെ, അത് ചെയ്യട മോനെ ഒന്നും പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ചില കമ്മ്യൂണിക്കേഷൻസ്, ചില സെൻറ്റൻസ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ മക്കളോട് പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഞാൻ പറയുക, ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും മക്കളെക്കുറിച്ച് വേദനിക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന സങ്കടം അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളിലെ തഴക്കദോഷങ്ങളിലൂടെ അവരുടെ സ്വഭാവത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ മക്കളെ അറിയാനായിട്ട് കുറച്ചും കൂടെ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് ചിന്തിക്കാനും അതിലേക്ക് വരാനും നമുക്ക് സാധിക്കുക എന്നാണ്. മിറാക്കിൾ സംഭവിക്കുക, അത്ഭുതം സംഭവിക്കുക, അല്ലേ? ആ അത്ഭുതം സംഭവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ അൾത്താരയ്ക്ക് മുൻപിൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ശരിയല്ലേ? ആണ്. അവിടെ ചിന്തിക്കുക, എൻ്റെ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എത്രത്തോളം എൻ്റെ ജീവിതത്തിലെ മാറ്റത്തിന് കാരണമാകും, എൻ്റെ ജീവിതത്തിലെ വലിയ അത്ഭുതത്തിന് കാരണമാകും എന്ന് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ഞാൻ 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത് എന്തായിരുന്നു പറഞ്ഞത്? സ്വയം ഒന്നും കൂടി ചിന്തിച്ച് സ്വയം തിരിച്ചറിയുക. 2, നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അല്ലേ? ആശയവിനിമയം എന്താണെന്ന് പഠിക്കുക. 2 കാര്യം പറഞ്ഞല്ലോ. ഇത് 2 നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രായോഗികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ അമ്മ സാക്ഷി. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് നമ്മുടെ നല്ല തമ്പുരാൻ നമുക്ക് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാണ്. ഏകദേശം ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് സമയമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാനൊരു അമ്മയുടെ അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഞാൻ ഷാലോം ടൈംസിൽ വായിച്ച, ഷാലോം ടൈംസ് അറിയില്ലേ? ഷാലോം ടൈംസിൽ ഞാൻ എൻ്റെ 2ാമത്തെ മകളുടെ പ്രസവത്തിനായിട്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ കിട്ടിയ ഒരു ഷാലോം ടൈംസ്. ആ ഷാലോം ടൈംസിൽ ഞാൻ വായിച്ച, എന്നെ സ്പർശിച്ച ഒരു അമ്മയുടെ കഥ. ആ കഥയുടെ ശീർഷകം ഇങ്ങനെയാണ്, പരാതികളില്ലാത്ത അമ്മ. എന്താണ്? പരാതികളില്ലാത്ത അമ്മ. അതിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് നവവധുവായിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത് കല്യാണം കഴിഞ്ഞ തൻ്റെ മകള് ഭർത്താവിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി കുറച്ച് ദിവസം ഒന്ന് മാറി താമസിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് വീട്ടിലേക്ക് വരിക. അങ്ങനെ വീട്ടിൽ വന്ന് അമ്മ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ മകള് അമ്മയോട് ചോദിച്ചൊരു ചോദ്യം,
അമ്മ എങ്ങനെയാ ഇത്രയും കൊല്ലം ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയത്? എനിക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത് പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? അമ്മ എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എനിക്ക് പറ്റണില്ല അമ്മ. ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവൾ അമ്മയോട് സങ്കടമായിട്ട് പറയാം. അമ്മ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വളരെ പുഞ്ചിരിയോട് കൂടെ ഒരു കാര്യം പറഞ്ഞു മകളുടെ അടുത്ത്. അവളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്തായാലും നിന്റെ വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നു, ഞാൻ നിനക്കിതിനൊരു പ്രതിവിധി പറഞ്ഞു തരാം, ഒരു പ്രായോഗിക ക്ലാസ്സിലൂടെ നിനക്കത് പറഞ്ഞു തരാം എന്ന് ഈ അമ്മ മകളോട് പറയാം. പറഞ്ഞത് ഇങ്ങനെയാണ്: അടുക്കളയിലാണല്ലോ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ ഇടയിൽ ഈ അമ്മ മകളോട് പറഞ്ഞു, 3 ചെറിയ കുടങ്ങളിൽ വെള്ളമെടുത്ത് ഒന്നാമത്തെ കുടത്തിൽ ഒരു മുട്ടയും, രണ്ടാമത്തെ കുടത്തിൽ ഒരു ക്യാരറ്റും, മൂന്നാമത്തെ കുടത്തിൽ കുറച്ച് കാപ്പിപ്പൊടിയും ഇട്ട് തിളപ്പിക്കുക. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ കുടത്തിൽ എന്താ ഇടേണ്ടത്? മുട്ട. രണ്ടാമത്തെ കുടത്തിൽ ക്യാരറ്റ്. മൂന്നാമത്തെ കുടത്തിൽ കുറച്ച് കാപ്പിപ്പൊടി. ഈ 3 പാത്രങ്ങളും നന്നായിട്ട് തിളപ്പിക്കാൻ പറഞ്ഞു. ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കാൻ പറഞ്ഞു. തിളപ്പിച്ചതിന് ശേഷം 3 പാത്രങ്ങളിലേക്ക് മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് ഈ മോളോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു എന്ന് ഈ അമ്മ മകളോട് ചോദിച്ചു. ഈ മകള് അമ്മയോട് പറഞ്ഞു, ഒന്നാമത്തെ കുടത്തിലിട്ട മുട്ട നല്ല പോലെ പുഴുങ്ങി നല്ല ഹാർഡായി അല്ലേ, നല്ല ഹാർഡായി. രണ്ടാമത്തെ കുടത്തിലിട്ട മുട്ടയ്ക്ക് എന്ത് സംഭവിച്ചു? രണ്ടാമത്തെ കുടത്തിലിട്ട ക്യാരറ്റ് എന്ത് സംഭവിച്ചു? അത് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി. ഇനി മൂന്നാമത്തെ കുടത്തിലിട്ട കാപ്പിപ്പൊടിക്ക് എന്താ സംഭവിച്ചത്? അത് മുഴുവൻ അതിൽ തന്നെ അലിഞ്ഞു ചേർന്ന രൂപത്തിലും ഭാവത്തിലും മാറ്റം സംഭവിച്ചു. ഈ അമ്മ മകളോട് പറഞ്ഞു, നീ നിന്റെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഇതുപോലെ കൈകാര്യം ചെയ്യുക. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താ നമുക്ക് മനസ്സിലായത്? ഇതൊക്കെ കടന്നു പോകും, ഇതൊക്കെ മാറ്റത്തിന് സാധ്യതയുണ്ട് അല്ലേ? ഇതൊക്കെ കടന്നു പോകും. പക്ഷേ ആ പെൺകുട്ടി, ആ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. എന്താണെന്നറിയോ? ഈ ഒന്നാമത്തെ കുടത്തിലിട്ട മുട്ട എന്താണ് സംഭവം? താഴെ വീണ പൊട്ടിപ്പോവില്ലേ? നമ്മളൊക്കെ പൊട്ടിപ്പോവേണ്ട ജീവിതങ്ങളല്ല. നമ്മളൊക്കെ എന്ത് ചെയ്യണം? സ്ട്രോങ് ആവണം. എങ്ങനെ സ്ട്രോങ് ആവേണ്ടത്? വിശ്വാസ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ നല്ല ജീവിത ശൈലികളിലൂടെ നമ്മൾ എന്താവണം? സ്ട്രോങ് ആവണം. ചില സമയത്ത് അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ഡിപ്രഷനായി, ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും പോയിട്ട് ആത്മഹത്യ ചെയ്യുക അല്ലേ? എന്താ സംഭവിക്കുന്നത്? തൊട്ടാൽ പൊട്ടും ഇംഗ്ലീഷ് മുട്ട എന്ന് പറഞ്ഞതുപോലെ പൊട്ടുന്ന അവസ്ഥയിലാണ് കുടുംബ ജീവിതങ്ങൾ. പക്ഷെ അങ്ങനെയാവാതെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും വലിയ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ല തമ്പുരാൻ ഇതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ശക്തി തന്നിട്ടുണ്ട്. ആ ശക്തി ഞാൻ ആർജിച്ചെടുക്കേണ്ടത് എൻ്റെ ജീവിത രീതിയിലൂടെ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ് എന്ന വലിയൊരു തിരിച്ചറിവ്. അപ്പോൾ അവിടെ തിരിച്ചറിയാൻ പറ്റണം, എത്ര പൊട്ടുന്ന അവസ്ഥയാണെങ്കിലും എന്നിൽ എന്തുണ്ട്? വലിയൊരു ശക്തിയുണ്ട്. ഇനി രണ്ടാമത്തെ ക്യാരറ്റിന് എന്താ സംഭവിച്ചത്? ക്യാരറ്റിൻ്റെ അവസ്ഥ എന്താ? ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് അറിയാം അല്ലേ? ക്യാരറ്റ് നന്നാക്കുമ്പോൾ നല്ല ഹാർഡല്ലേ? അത് വെന്ത് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? സോഫ്റ്റായി. അപ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഹാർഡായിട്ട്, അതായത് ചില ആളുകളുണ്ട് കല്ല് വെച്ച മനസ്സുള്ള ആളുകളുണ്ട് അല്ലേ? ചില സമയത്തൊക്കെ നമ്മളൊന്ന് സോഫ്റ്റ് ആവുന്നത് നല്ലതാണ്. എൻ്റെ ഭാര്യ വല്ലാണ്ട് വിഷമിക്കുന്നത് കാണുമ്പോൾ, സാരില്ലടി പൊയ്ക്കോട്ടെ, സാരമില്ല, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ ആ കാഠിന്യമുള്ള മനസ്സെന്താവും? ഒന്ന് സോഫ്റ്റ് ആവും. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ ചിന്തിക്കുക, അങ്ങോർക്ക് അതന്നെ വേണം, ഞാൻ എന്തായാലും ചെയ്തു കൊടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും ചെയ്തു കൊടുക്കാതിരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ അവിടെ ഒരു മാറ്റം സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാം. ഇനി മൂന്നാമത്തെ പാത്രത്തിലെ കാപ്പിപ്പൊടിയുടെ അവസ്ഥ എന്താ? എല്ലാം മാറ്റത്തിന് വിധേയമായി. അതാണ് ഏറ്റവും വലുത് നമ്മുടെ ജീവിതത്തിൽ. എന്ത് സാഹചര്യങ്ങളാണെങ്കിലും ആ രൂപത്തിലും ഭാവത്തിലും നമ്മളൊക്കെ ഒന്ന് മാറി ആ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ, നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ ഇതും മാറും, ഇതും മാറ്റത്തിന് സാധ്യതയുണ്ട്, എൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം സംഭവിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നാളെയെ കാണാനായിട്ട് വലിയ ശക്തിയിലേക്ക് നമുക്ക് മുന്നോട്ട് നോക്കാനുള്ള വലിയൊരു ശക്തി ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്.